ഹായ്, ഞാൻ ഡോക്ടർ രാകേഷ്, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ADHD കുറിച്ചാണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര്. കുട്ടികളിൽ വളരെ കോമൺ ആയിട്ടൊന്നും തന്നെ കാണാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ADHD. അപ്പോൾ പലപ്പോഴും ചില ആൾക്കാരെങ്കിലും അതിനെക്കുറിച്ച് തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ടാവുക, കുട്ടികളെ മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഹൈപ്പർ ആക്റ്റീവായി നടക്കുന്ന കണ്ടീഷനാണെന്ന് കുറച്ച് ആൾക്കാരെങ്കിലും തെറ്റായിട്ട് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ അങ്ങനെയല്ല. നമുക്കൊരു കാര്യം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ നിന്ന് ചില പ്രത്യേകതരം മോളിക്യൂൾസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മൾ പറയും, അത് ആവശ്യത്തിന് റിലീസായാൽ മാത്രമേ നമുക്ക് ഒരു കാര്യം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ADHD ഉള്ള കുട്ടികൾക്ക് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കുറവായിരിക്കും. അപ്പോൾ അവർക്ക് പല കാര്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്തു തീർക്കാൻ ബുദ്ധിമുട്ടാകും. ഇനി ADHDയുടെ 3 പ്രധാന ലക്ഷണങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്താണ് ഞാൻ ഈ പറഞ്ഞ ഇൻഅറ്റൻഷൻ, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥ. രണ്ടാമത്തത് ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. അവർക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവരൊരു മോട്ടോർ ഘടിപ്പിച്ച പോലെ ഇങ്ങനെ ഓടി നടന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ചാടുക, ഓടുക, അവിടെയുള്ള കാര്യങ്ങളൊക്കെ പെറുക്കിയെടുക്കുക, ഇതൊക്കെ ആയിരിക്കും ADHD ഉള്ള കുട്ടികളുടെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ലക്ഷണം. ഇനി മൂന്നാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇമ്പൾസിവിറ്റി ആയിരിക്കും. അവർക്ക് കാര്യങ്ങൾ എടുത്ത് ചാടി ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. അവരുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചാടിക്കടി ഉത്തരം പറയും. അല്ലെങ്കിൽ അവർക്ക് ഒരു ക്യൂവിൽ വെയിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി പ്രധാനമായിട്ട് നമ്മൾക്ക് അതിനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ക്ലാസ്സിലെ പെർഫോമൻസ് മോശമായി തുടങ്ങും. അവർക്ക് ക്ലാസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് വരുമല്ലോ. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് കാണും. അവരിങ്ങനെ ഓടി നടന്നുകൊണ്ടേയിരിക്കും. ഒരു സ്ഥലത്ത് ഇരിക്കാണ്ട് ഓടി നടന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ അറ്റൻഷൻ കുറവായതുകൊണ്ട് ഇവർ ക്ലാസ്സിൽ പല കാര്യങ്ങളും വെച്ച് മറന്നു വരും. അതുപോലെ തന്നെ ഹോംവർക്ക് ചെയ്തു തീർക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ക്ലാസ്സിൽ സ്ഥിരമായിട്ട് കംപ്ലൈൻറ്റ് കിട്ടുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ADHD ഉള്ള കുട്ടികളിൽ കാണുന്നത്. ഇനി ADHD കൃത്യമായ സമയത്ത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ബിഹേവിയറൽ തെറാപ്പികൾ കൊണ്ട് അവരുടെ അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി കുറയ്ക്കാനുള്ള ബിഹേവിയറൽ തെറാപ്പീസ് ഒക്കെ അവൈലബിൾ ആണ്. ഇനി സിവിയർ ആയിട്ടുള്ള ADHD ഇതിലൊന്നും നിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് ചില മെഡിസിൻസ് ഒക്കെ കൊടുത്താലും ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കൃത്യമായിട്ട് നേരത്തെ തന്നെ ADHD സിംറ്റംസ് ഉള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ ഒരു മെഡിക്കൽ അറ്റൻഷനിലേക്ക് കൊണ്ടുവന്ന് ഡയഗ്നോസ് ചെയ്യിക്കാൻ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും. ഇനി അത് വളരെ മോശമായിട്ടൊരു കണ്ടീഷനൊന്നുമല്ല ADHD. അവരുടെ ഇൻ്റലിജൻസിനൊന്നും വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. അവർക്ക് ബുദ്ധിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അവർക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അവർക്ക് പലപ്പോഴും ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ മാർക്ക് കുറയുന്നതൊക്കെ. അപ്പോൾ കൃത്യമായിട്ട് ആ കുട്ടികളെ മെഡിക്കൽ അറ്റൻഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ നേരത്തെ ഡയഗ്നോസ് ചെയ്ത് കൃത്യമായി ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. താങ്ക് യു.